തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്തെ ചന്ദനമരം മുറിച്ചുമാറ്റിയത് അബദ്ധത്തിലാണ് എന്ന ദേവസ്വം ബോർഡ് വാദം പൊളിയുകയാണ്. മരം മുറിച്ചത് ബോധപൂർവമാണ് എന്ന് പ്രദേശവാസിയുടെ വെളിപ്പെടുത്തൽ. ചന്ദനമരമാണ് എന്ന് കരാറുകാരോട് പലതവണ പറഞ്ഞിട്ടും മുറിച്ചു മാറ്റുകയായിരുന്നുവെന്ന് പ്രദേശവാസിയായ സുനിൽ ജനം ടിവിയോട് പറഞ്ഞു. ജനം ബ്രേക്കിംഗ്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഇത് ക്യാൻറ്റീൻ വൃത്തിയാക്കണമെന്നും പറഞ്ഞ് ഇവിടെ കയറി ഒരു 4-5 പേര് കയറി വന്നിരുന്നു. പക്ഷെ നമുക്കിത് അറിഞ്ഞൂടായിരുന്നു. ഞാൻ സ്ഥലവാസിയാണ്. പക്ഷേ ഇവിടെ ചന്ദനം മുറിക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ചന്ദനമാണ്, 10, 60, 70 വർഷം പഴക്കമുള്ളതാണ്, ചന്ദനം മുറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ ഇവിടുത്തെ അധികാരിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് അധികാരിയെന്ന് കേട്ടപ്പോൾ പറഞ്ഞു സെക്രട്ടറിയും ദേവസ്വം ബോർഡ് സെക്രട്ടറിയും പ്രസിഡന്റിൽ നിന്നൊക്കെ അധികാരം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ മുറിക്കുന്ന സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് എൻ്റെ കയ്യിലുണ്ട്. പിന്നീടാണ് ഫോറസ്റ്റുകാരും പോലീസുകാരും എല്ലാം വന്നത് വൈകിട്ട്. എന്നിട്ട് രാവിലെ മുറിക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു ഈ കൊമ്പ് മുറിക്കില്ലെന്ന് 100 തവണ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർ പറഞ്ഞ ഇവിടെ അരിച്ചാക്കും പാത്രങ്ങളും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ചന്ദനം മുറിക്കണേന്ന്. ശാലിനി തലസ്ഥാനത്ത് നിന്ന് ചേരുകയാണ്. ശാലിനി, അബദ്ധത്തിലല്ല അപ്പോൾ ചന്ദനമരം മുറിച്ചു മാറ്റിയത്. പ്രദേശവാസി വളരെ കൃത്യമായി പറയുന്നുണ്ട്, അന്ന് ദേവസ്വം ആസ്ഥാനത്ത് ഇത്തരത്തിൽ ചന്ദനമരം മുറിച്ചു മാറ്റുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് 50-60 വർഷത്തെ പഴക്കമുള്ളത് ചന്ദനമരമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുറിച്ചു മാറ്റാൻ വന്നവർ പറഞ്ഞ മറുപടി, അതിൽ ചില നിഗൂഢതകളുണ്ടല്ലോ ശാലിനി. ദേവസ്വം സെക്രട്ടറിയുടെ അടക്കം അനുവാദം വാങ്ങിയിട്ടുണ്ട്, എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദനമരം മുറിക്കുന്നു. അപ്പോൾ അത് ചിലത് അക്കാര്യത്തിലുണ്ട്. വളരെ കൃത്യമായി അന്വേഷണം നടക്കുന്ന വിഷയം തന്നെയാണല്ലേ? രാഖി, തീർച്ചയായും അത് തന്നെയാണ്. ഈ അടുത്താണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് ക്യാൻറ്റീന് സമീപത്തുണ്ടായിരുന്ന ചന്ദനമരം മുറിച്ചത്. അന്ന് രാവിലെയോടുകൂടി ഈ ചന്ദനമരം മുറിക്കുന്നു. അതിൽ അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതായത് മൈലാഞ്ചി മരം എന്ന് വിചാരിച്ചുകൊണ്ടാണ് തങ്ങൾ ചന്ദനമരം മുറിച്ചത് എന്നുള്ളതാണ് ഈ ക്യാൻറ്റീൻ കരാറിലെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് നവീകരണവും ഒക്കെ നടത്തുന്ന കോമളൻ പറയുകയും ചെയ്തത്. പക്ഷേ അതിൽ വലിയ ദുരൂഹത അന്ന് തന്നെ സംശയിച്ചതാണ്. കാരണം ഒരു ചന്ദനമരമാണ്, സാധാരണ മരം പോലെയല്ല. ഒന്ന് ചന്ദനം, രണ്ടാമത്തെ കാര്യം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഒരു പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന ഒരു മരമാണത്. മുറിക്കണമെങ്കിൽ ഔദ്യോഗികമായി ദേവസ്വം ബോർഡിൻ്റെ അനുമതി വേണം. അത് തിട്ടപ്പെടുത്തി അതെന്താണ്, എന്ത് കാരണം കൊണ്ടാണ് മുറിക്കുന്നതൊക്കെയുള്ള ഒരു കണക്ക് കൃത്യമായി വേണം. അതിനുശേഷം ഔദ്യോഗികമായി ബോർഡ് ഉത്തരവിറക്കും. അതിനുശേഷം മാത്രമേ അങ്ങനെ അവിടെ മരം മുറിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഉത്തരവും ദേവസ്വം ബോർഡിലെ ഈ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ചന്ദനം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്ന്, ചന്ദനമരം ആയതുകൊണ്ട് തന്നെ അത് മുറിക്കണമെങ്കിൽ അത് ഏത് ലാൻഡിലാണെങ്കിലും വനം വകുപ്പിൻ്റെ ഔദ്യോഗിക അനുമതി വേണം. അവരത് സ്ഥിതി വിലയിരുത്തുകയും വേണം. പക്ഷേ ഇവിടെ അതും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ചില ദുരൂഹതകൾ, സംശയങ്ങൾ അന്നു മുതൽ തന്നെ ജനം TV അടക്കമുള്ളവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത്. കാരണം ചന്ദനമരം മുറിച്ചു, അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് ആ ക്യാൻറ്റീന് സമീപത്ത് തന്നെ കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കാട്ടിൽ ഉപേക്ഷിച്ചതിന് ശേഷം അത് രാവിലെ മുറിച്ചു, വൈകുന്നേരം വരെയും അത് അവിടെ കിടക്കുന്നു. രാത്രി എന്തെങ്കിലും അത് അവിടുന്ന് മാറ്റാനാണോ ഉള്ള ശ്രമം നടന്നത്, അതോ ചന്ദനമരം മുറിച്ച് അത് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഇപ്പോൾ എന്തായാലും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉള്ളൂർ സെക്ഷനിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഇത്തരത്തിൽ മരം മുറിക്കാൻ നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഒരു ആരോപണ വിധേയരായി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതേസമയം തന്നെ ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇടപെടുകയും ദേവസ്വം ബോർഡ് ഇടപെടലോടുകൂടി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മാസ്റ്റർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് ഈ തടിക്കഷ്ണങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 4-5 പീസോളം ഉണ്ട്. 6 അടി 7 അടി നീളത്തിലൊക്കെയുള്ള പീസുകളാണ് ഇപ്പോൾ സ്ട്രോങ് റൂമിലേക്ക് മാസ്റ്റർ തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. അസിസ്റ്റന്റ് കമ്മീഷണർ ഇതിൽ കൃത്യമായ റിപ്പോർട്ട് ബോർഡിന് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ വകുപ്പ് തല നടപടികളടക്കം ഈ മരം മുറിക്കാനുള്ള നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണത്തിലേക്ക് ഒരു ഭാഗത്ത് കടക്കുന്നു. അതേസമയം തന്നെ മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായി തങ്ങളിതൊന്നും അറിഞ്ഞില്ല, തങ്ങൾ അറിയാതെയാണ് ഇത്തരത്തിൽ മരമുറി നടന്നത് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും അത്തരത്തിൽ ആരും അറിയാതെയോ അല്ലെങ്കിൽ മൈലാഞ്ചി മരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദനമരം മുറിച്ചതോ എന്നുള്ളതല്ല. കൃത്യമായി അത് ചന്ദനമരമാണ് എന്ന് മുറിക്കുന്നവർ അടക്കം അറിഞ്ഞിട്ടും അത് മുകളിലേക്ക് അറിയിക്കാനോ അല്ലെങ്കിൽ അത് നിർത്തിവെക്കാനോ ഒന്നും തന്നെ ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ അടക്കമുള്ളവരുടെ പ്രതികരണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്.
എന്തായാലും ഒരുപാട് ദുരൂഹതകൾ, സംശയങ്ങൾ ഉയരുകയാണ്. കാരണം നിരവധി ചന്ദനമരങ്ങൾ നിൽക്കുന്ന ഒരു മേഖലയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോമ്പൗണ്ട് എന്നുള്ളത്. അവിടെ ഒരു തുടക്കമാണോ ഇത്, അതോ ബാക്കി മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള ട്രയൽ ആണോ നടന്നത് എന്നുള്ള ദുരൂഹതയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. എന്തായാലും ഒരു ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം കാര്യമായി നടക്കുന്നുണ്ട് എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. രാഖി, ശരി ശാലിനി, വളരെ വ്യക്തമാണ്. അതായത് ഇത് ആദ്യത്തെ സംഭവമാണോ അതല്ല ഇതൊരു ട്രയലായിരുന്നോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തായാലും മൈലാഞ്ചി മരമാണ് എന്ന് തോന്നിയിട്ടൊന്നുമല്ല ചന്ദനമരം മുറിച്ചത്. കൃത്യമായി ചന്ദനമരമാണ് എന്നുള്ളതും അതിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് കരാറുകാർ അത് മുറിച്ചത്. കൃത്യമായ ഒരു പ്രതികരണമാണ് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എസ് ശാലിനിയാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്.